ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൊഡ്യൂൾ 3യിലുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറുകളൊക്കെ ആയിരുന്നു. അതിനിടയിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് സിംഗിൾ എൻട്രിയിലെ ഒന്നും കൂടെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ അതൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Mr. Sanjay Sports Equipments does not keep proper book records. From the following information found out, profit or loss, also prepare revised statement of affairs as on 31st December. എന്നിട്ട് 2 വർഷത്തിന്റെയും എൻഡിലുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനും ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനും പറ്റും. ഓക്കെ, എന്നിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ഓവർ ഡ്രാഫ്റ്റ്, സ്റ്റോക്ക്, ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഫർണിച്ചർ, ബിൽസ്, മെഷീനറി, ഇൻവെസ്റ്റ്മെന്റ്, ഡ്രോയിങ്സിന്റെ കാര്യങ്ങൾ, അഡീഷണൽ ഇൻഫർമേഷൻ തന്നു. 10,000 പെർ മന്ത്. അപ്പൊ ഒരു വർഷത്തില് 1,20,000 ഉണ്ടാവും. ഓക്കെ, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2 ലക്ഷമാണ്. പിന്നെ ബാഡ് ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്യാൻ 2,000 രൂപ പറഞ്ഞിട്ടുണ്ട്. ഡെറ്റേഴ്സിന്റെ മേലെ 5% ഡൗട്ട്ഫുൾ ഡെറ്റ് പിന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 2,400 ഉണ്ട്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് 700 ഉണ്ട്. ഡിപ്രീസിയേഷൻ 10% ഓൺ ഫർണിച്ചർ ആൻഡ് മെഷീനറി രണ്ടിന്റെ പേരും. പിന്നെ ക്യാപിറ്റലിന്റെ മേലൊരു 5% ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ഓരോന്നിനും ഉണ്ടാക്കുന്ന ഇതിന് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പോ അസറ്റ് സൈഡിൽ രണ്ടും ഒരേപോലെ എഴുതി പോരുന്ന രീതിയാണ്. ഓപ്പണിംഗ്, ഈ ഒരു ഏരിയയിൽ നമ്മൾ ഓപ്പണിംഗ് പിന്നെ കാൽക്കുലേഷനും പിന്നെ ഇത് ക്ലോസിംഗിൻ്റെതും കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് രണ്ടും കണ്ടെത്താം. ഡാറ്റകൾ നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ക്ലോസിംഗും, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, മെഷീനറി, അതുപോലെ ഫർണിച്ചർ, ദെൻ ബിൽസ്, റിസീവബിൾ, ഇൻവെസ്റ്റ്മെന്റ്. ഇത്രയും നമുക്ക് എന്തുണ്ട്, അസറ്റുകൾ ഉണ്ട്. ഇത് ഡയറക്റ്റ് തന്നത് അതുപോലെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ആണ്. ഇനി ഇതിന്റെ ടോട്ടൽ ചെയ്യാം. ഇനി ലയബിലിറ്റി സൈഡിൽ ബാങ്ക് ഓഡി വന്നു, ക്രെഡിറ്റേഴ്സ് വന്നു. ഓക്കെ, ഇനി ബിൽസ് പേയബിളും കൂടെ ഉണ്ട്. ബിൽസ് പേയബിളും എടുത്തിട്ടു. ഇനി നോക്കുക, ഇതേ എമൗണ്ട് ഇവിടെ വരണം, ഇതേ എമൗണ്ട് ഇവിടെ വരണം, ഇവിടെയും വരണം. അതായത് 2,44,000 ഇവിടെ വരണം, അതുപോലെ 5,12,000 അങ്ങനെ ഈക്വൽ ആയി വരണം. അങ്ങനെ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഒരു എമൗണ്ട് വരണം. അതാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് ക്യാപിറ്റൽ ഫണ്ട്, ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 5,20,000 നിന്നും 52,000 കുറച്ച് 5,12,000 നിന്നും കുറച്ച് കഴിഞ്ഞാൽ വരുന്നതും, അതുപോലെ തന്നെ 2,44,000 ഇത്രയും എമൗണ്ട് കുറച്ചാൽ വരുന്നതുമാണ് എന്ത്, നമ്മുടെ ക്യാപിറ്റൽ. ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,82,000. ഓക്കെ, ഇത് 4,60,000 എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരെ പ്രോഫിറ്റ് കാണാം. പ്രോഫിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ഒക്കെ കണ്ടെത്തിയിട്ടു, ഡ്രോയിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം അഡീഷണൽ ഒരു എമൗണ്ട് 2 ലക്ഷം പറഞ്ഞ് അത് ആഡ് ചെയ്തു. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇതൊക്കെ ലെസ് ചെയ്തു. മീൻസ് 5,80,000 നിന്നും ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ലെസ് ചെയ്തെടുത്തു. ഇനി നമ്മൾ നോക്കുക എന്താണ്, ഈ എമൗണ്ടിന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കും. അതായത് ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ വന്നാൽ നമ്മൾ പിന്നെ ഡയറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനെ ക്യാപിറ്റൽ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ എക്സ്പെൻസസ് ലോസസ് ഒക്കെ എടുത്ത് ചെയ്താൽ ബാഡ് ഡെറ്റ്സ് 2,000 വന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് നമുക്ക് എത്രയുണ്ട്, 5% ഡെറ്റേഴ്സിന്റെ എന്ന് പറഞ്ഞത്. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 1,40,40,000 ആയിരിക്കും കാണുക. ഇതില് ഡെറ്റേഴ്സ് ഓൾറെഡി ബാഡ് ഡെറ്റ്സ് ഉണ്ട്. ഈ ബാഡ് ഡെറ്റ്സ് 2,000 കുറച്ചതിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ, 2,000 ഓൾറെഡി കിട്ടൂല എന്ന് ഉറപ്പാ. പിന്നെ ഈ കിട്ടാത്ത സംഖ്യക്ക് വീണ്ടും പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ഓൾറെഡി ഫുള്ളി എന്താണ്, കിട്ടൂല എന്ന് ഉറപ്പിച്ചു. അപ്പൊ 1,38,000 ഇനി കിട്ടാനുള്ള ബാലൻസ്. അപ്പൊ അതിന്റെ മേലെ പിന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. കിട്ടൂല എന്നുള്ള ഉറപ്പ് ഉള്ളതിന്റെ മേലിൽ 100% നമ്മൾ ഒഴിവാക്കി. ബാക്കിയുള്ള മേലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 5% എന്ത് ചെയ്യുള്ളൂ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതിട്ടു. മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കൊടുത്തു, പിന്നെ ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ കൊടുത്തു.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇത് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് 1,82,000. അതിന്റെ 5% ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് സാലറി കൊടുക്കുക. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കുറക്കുക. ഓക്കെ, കുറച്ച് കിട്ടിയതാണ് 1,68,600. ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസിന്റെ എമൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതാണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മുടെ റിവൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്രീസിയേഷൻ ബാഡ് ഡെറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ്. ഓക്കെ, അത് ഇതാണ്. ക്യാഷ് ഇൻ ഹാൻഡ് 24,000, സ്റ്റോക്ക് ഡെറ്റേഴ്സ് 1,40,000, ബാഡ് ഡെറ്റ് കുറച്ച് 1,38,000, പ്രൊവിഷൻ എന്ത് ചെയ്തു, കുറച്ചു. ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഈ എമൗണ്ട്. ഓക്കെ, ഫർണിച്ചർ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, ബാലൻസ്. ബിൽസ് റെസീവബിൾ അങ്ങനെ വന്നു. മെഷീനറി അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടു. ഇൻവെസ്റ്റ്മെന്റ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് അസറ്റ് ആണത്. ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ വന്നിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി വന്നിട്ടുണ്ട്. ഇതൊക്കെ ലയബിലിറ്റീസ് ആണ്. ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,82, അതിലേക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്തു, പിന്നെ ഇൻട്രസ്റ്റും ആഡ് ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടല്ലോ, 1,82,000ന്റെ 5%. പിന്നെ ഡ്രോയിങ്സ് അതിന് ലെസ് ചെയ്തു. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് 4,40,000. എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ, നമ്മുടെ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലപോലെ ചെയ്തു നോക്കുക. ഇതൊക്കെ 10 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എക്സാമിന് വന്നാൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക്